ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, BJPക്ക് കക്കാനും പിന്നെ നിൽക്കാനും അറിയാത്തതിന്റെ പ്രശ്നമാണോ? അല്ല, ആദ്യമേ മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് PC ജോർജ് ഇങ്ങനെ ഒരു പ്രസ്താവന BJP യോഗത്തിൽ നടത്തിയിട്ട് അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥയുണ്ടായിട്ട് PC ജോർജിനോട് ഈ കാര്യത്തിലൊരു വിശദീകരണം BJP നേതൃത്വം ചോദിച്ചില്ല എന്നുള്ളതാണ്. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും PC ജോർജ് തലകുത്തി മറിയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടത്. BJP നേതൃത്വം എന്തുകൊണ്ടാണ് PC ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാത്തത്? ഇവിടെയാണ് ഷാബു പ്രസാദിൻ്റെ വലതുപക്ഷ യുക്തി വളരെ പ്രസക്തമാകുന്നത്. ഷാബു പ്രസാദിനെ ഞാൻ നമിക്കുകയാണ്. എല്ലാത്തിനെയും സാമാന്യവൽക്കരിച്ച് അങ്ങനെ അതിനെന്താണ് ന്യായീകരിക്കുക എന്നുള്ളത് വലതുപക്ഷത്തിൻ്റെ ഒരു യുക്തിയാണ്. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകനെന്ന് ഞാൻ വിളിക്കാറില്ല. അദ്ദേഹം BJPയുടെയും RSSൻ്റെയും പ്രതിനിധിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് എല്ലാവരും മോശക്കാരാണ്, എല്ലാവരും കൊളരാത്തവരാണ്, എല്ലാവരും ഇഷ്ടം പോലെ പണം ചിലവാക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ BJPക്ക് മാത്രം ഇങ്ങനൊരു പ്രശ്നം? അപ്പോൾ പണം ഇഷ്ടം പോലെ ചിലവാക്കുന്നുണ്ട്. 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് KT കുഞ്ഞിക്കണ്ണനും ഇവിടെ വാസ്തുശ്രീയൊക്കെ പറയുന്ന അവരെ തൊലിക്കെട്ടി കൊണ്ടാണ്. തൊലിക്കെട്ടി കൊണ്ടല്ല, രാജ്യത്തിൻ്റെ നിയമമാണ്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമാകണമെങ്കിൽ, ജനാധിപത്യ പ്രക്രിയ സത്യസന്ധമാകണമെങ്കിൽ, പണാധിപത്യത്തെ ഒഴിവാക്കണമെങ്കിൽ ചെയ്യേണ്ടത് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടികൾക്ക് ഗവൺമെൻറ് അതിൻ്റെ പണം അലോട്ട് ചെയ്യണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. ഒരു ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമാക്കാൻ ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വൻകിട കോർപ്പറേറ്റുകളുടെ പണം സ്വീകരിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പണം സമാഹരിക്കുന്നത്. ഇവിടുത്തെ വലതുപക്ഷ പാർട്ടികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇടതുപക്ഷം മാത്രമാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വലതുപക്ഷം കോർപ്പറേറ്റ് ഫണ്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞത്? കോർപ്പറേറ്റുകളുടെ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, തങ്ങളുടെ നിക്ഷേപ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ വലതുപക്ഷ പാർട്ടികൾ സഹായം നൽകണം, സംരക്ഷണം നൽകണം. അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് നിയമവൽക്കരിച്ചു BJP. അപ്പം നമ്മളെ ഇലക്ഷൻ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യയിലെ തന്നെ എത്രയോ ഏജൻസികൾ ഇത് സംബന്ധമായ പഠനം നടത്തിയിട്ടുള്ളൂ, എത്രയോ പ്രസിദ്ധീകരണങ്ങൾ ഇത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളൂ. നമ്മുടെ ഇലക്ഷൻ സുതാര്യമാകാത്തത്, അത് പണാധിപത്യത്തിന് വഴങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ഷൻ രംഗത്ത് നമുക്ക് ഈ കാര്യത്തിൽ ശക്തമായ രീതിയിൽ ഇടപെടാൻ, ഈ പണാധിപത്യത്തെ നിയന്ത്രിക്കാൻ കഴിയാവുന്ന ഒരു നിയമവുമില്ല. അത്തരം നിയമം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടെ ഷാബു പ്രസാദ് ഇതിനെ സാമാന്യവൽക്കരിച്ച് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത് എല്ലായിടത്തുണ്ട്, എല്ലാവരിലുണ്ട്, എല്ലാ പാർട്ടികളും കണക്കാണ് എന്ന് വരുത്തുകയാണ്. ഇതാണ് വലതുപക്ഷത്തിൻ്റെ സ്ഥിരം യുക്തി. ഇത് അങ്ങേയറ്റ അപകടകരമായ ഒരു പ്രതിലോമ യുക്തിയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. Debate with Madhu Saji.